നമ്മുടെ ഇവിടത്തെ മാധ്യമങ്ങളിൽ അധികം ചർച്ചയാകാതെ പോയൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ഇന്ത്യ നോർഡിക് ഉച്ചകോടിയും ആ ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയും. ഉച്ചകോടിയെക്കുറിച്ച് നമ്മൾ പലരും കേട്ടുവെങ്കിലും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തായിരുന്നു ഈ ഉച്ചകോടിക്കിടെ സംയുക്ത പ്രസ്താവനയിൽ വന്ന കാര്യങ്ങൾ? ഒപ്പം എന്താണ് നോർഡിക് രാജ്യങ്ങൾ? ഏതൊക്കെയാണ് നോർഡിക് രാജ്യങ്ങൾ? ശരിക്കും യൂറോപ്പിന്റെ വടക്കേ അറ്റത്തുള്ള 5 രാജ്യങ്ങളെയാണ് നോർഡിക് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയും ഈ 5 രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല കൂട്ടായ്മയാണ് ഇന്ത്യ നോർഡിക് ഉച്ചകോടി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നോർഡിക് രാജ്യങ്ങൾ? ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, നോർവേ, സ്വീഡൻ. ഈ 5 രാജ്യങ്ങളാണ് നോർഡിക് രാജ്യങ്ങൾ. ഈ 5 രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ആദ്യ ഉച്ചകോടി നടക്കുന്നത് 2018 നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ ഒരു ജിയോ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നു അത്. 2018 ഏപ്രിൽ 17 സ്വീഡന്റെ തലസ്ഥാനമായ സ്റ്റോക്ക്ഹോമിൽ വച്ചാണ് ആദ്യത്തെ ഇന്ത്യ നോർഡിക് ഉച്ചകോടി നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും 5 നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും അതിൽ പങ്കെടുത്തു. അടുത്ത ഉച്ചകോടി നടന്നത് 2022 മെയ് മാസത്തിൽ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ വച്ചാണ് അത് നടന്നത്. മൂന്നാമത്തെ ഉച്ചകോടിയാണ് ഇപ്പോൾ 2026 മെയ് മാസത്തിൽ നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ നടന്നത്. ലോകത്തെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരവും മികച്ച ഹരിത സാങ്കേതിക വിദ്യയുമുള്ള നോർഡിക് രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിലൊന്നും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും പ്രധാന ശക്തികളിലൊന്നുമായ ഇന്ത്യയും തമ്മിൽ പല മേഖലകളിൽ പരസ്പര സഹായം ഉറപ്പാക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. പ്രധാനമായിട്ട് ഹരിത പങ്കാളിത്തം, സാങ്കേതിക വിദ്യയും നവീകരണവും, ഒപ്പം സമുദ്ര ഗവേഷണം, ബ്ലൂ ഇക്കോണമി, കൂടാതെ വ്യാപാരം, നിക്ഷേപം, ഇതെല്ലാം ഈ ഒരു കൂട്ടായ്മയുടെ ഉദ്ദേശമാണ്. ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറുകൾ എളുപ്പമാക്കുക വഴി ഇന്ത്യയിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും ഒക്കെ കൊണ്ടുവരിക എന്നതാണ് മോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക കഴിഞ്ഞാൽ നോർഡിക് രാജ്യങ്ങൾ ഇത്തരം ഒരു പ്രത്യേക ഉച്ചകോടി തലത്തിലുള്ള കൂട്ടായ്മ നടത്തുന്നത് ഇന്ത്യയുമായി മാത്രമാണ്. അതാണ് ഈ ബന്ധത്തിന്റെ സവിശേഷതയും പ്രാധാന്യവും. ശ്രദ്ധിക്കേണ്ട കാര്യം, നോർഡിക് രാജ്യങ്ങളുടെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞു. വളരെ റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങൾ, വളരെയധികം സമ്പന്നമാണ്, വളരെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. എല്ലാ ഇൻഡെക്സുകളിലും കഴിഞ്ഞ ദിവസം മറ്റേ മാധ്യമ പ്രവർത്തക പറഞ്ഞതുപോലെ സോകോൾഡ് ഇൻഡെക്സുകളിലെല്ലാം ലീഡ് ചെയ്യുന്നത് മിക്കപ്പോഴും ഈ നോർഡിക് രാജ്യങ്ങളാണ്. മാത്രമല്ല ഇവരുടെ ജീവിത നിലവാരം വേറെ ലെവലാണ്, പറയാതെ വയ്യ. അൾട്രാ റിച്ച് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യങ്ങൾ സാമാന്യം അവരുടെ വലുപ്പത്തിനനുസരിച്ച് ജനസംഖ്യയുള്ള രാജ്യങ്ങളല്ല, ജനസംഖ്യ വളരെ കുറവുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ വലിയ ശക്തികളുമായിട്ടൊന്നും അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ടൊന്നും ഇവർ സഹകരിക്കാറൊന്നുമില്ല. ഇവർ വേറൊരു റൂട്ടാണ്. പക്ഷെ അമേരിക്ക കഴിഞ്ഞാൽ അവരൊരു പങ്കാളിയായിട്ട് ഇന്ത്യയെ കാണുന്നുണ്ട്. ഒരു പ്രത്യേക സൗഹൃദം ഇന്ത്യയുമായിട്ട് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുമായി മാത്രമാണ് ഇങ്ങനെ ഉച്ചകോടി തലത്തിൽ ഒരു സൗഹൃദം അല്ലെങ്കിൽ കൂട്ടായ്മ അവർ നിലനിർത്തുന്നത്. അപ്പൊ അത് ഇന്ത്യയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒന്നാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഈ സംയുക്ത പ്രസ്താവന, ഉച്ചകോടിക്ക് ശേഷം വന്ന സംയുക്ത പ്രസ്താവന എന്ന് പറയുമ്പോൾ നോർഡിക് രാജ്യങ്ങളും ഇന്ത്യയും അംഗീകരിക്കുന്ന കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഇതിന് ഇന്ത്യക്ക് ഇവർ പൂർണ്ണമായ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ? യു എൻ രക്ഷാസമിതിയുമായി ബന്ധപ്പെട്ട് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം. ഐക്യരാഷ്ട്രസഭ കേന്ദ്ര ബിന്ദുവായ ഫലപ്രദമായ ഒരു ബഹുസ്വര സംവിധാനത്തിന്റെ പ്രാധാന്യം ഈ ഒരു സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ ആവർത്തിച്ചിരിക്കുകയാണ്. UN രക്ഷാ കൗൺസിൽ ഉൾപ്പെടെയുള്ള ഐക്യരാഷ്ട്രസഭയെ കൂടുതൽ പ്രാതിനിധ്യമുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും കാര്യക്ഷമവും ഉത്തരവാദിത്വമുള്ളതും സമകാലിക ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതുമായി മാറ്റുന്നതിനുള്ള പരിഷ്കരണങ്ങൾക്കായി ഒന്നിച്ചു പ്രവർത്തിക്കുവാനുള്ള തങ്ങളുടെ പ്രതിജ്ഞാബദ്ധത ഈ രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പരിഷ്കരിച്ചതും വിപുലീകരിച്ചതുമായ UN സുരക്ഷാ കൗൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരം അംഗത്വം നൽകുന്നതിനുള്ള നോർഡിക് രാജ്യങ്ങളുടെ പിന്തുണ നോർഡിക് പ്രധാനമന്ത്രിമാർ ആവർത്തിച്ചു. ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിലേക്കുള്ള ഇന്ത്യയുടെ അപേക്ഷയെ നോർഡിക് രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുകയും ആണവ വ്യാപന നിരോധനവും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്നതിൽ അന്താരാഷ്ട്ര ബഹുസ്വര കയറ്റുമതി നിയന്ത്രണ സംവിധാനങ്ങളുടെ പ്രാധാന്യത്തെ അവർ ഊന്നിപ്പറയുകയും ചെയ്തു.
സോ ഇന്ത്യയുടെ ഒരുപാട് നാളത്തെ ആവശ്യമാണ് UN രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാകാൻ ഇന്ത്യക്ക് അർഹതയുണ്ട് എന്നത്. ലോകത്തെ 6 മനുഷ്യരിൽ ഒരാൾ ഇന്ത്യക്കാരാണ്. ലോകത്തെ ആകെ ജനസംഖ്യ 800 കോടിക്ക് മുകളിലുണ്ടെങ്കിൽ അതിൽ 150 കോടിക്ക് അടുത്ത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം ഇന്ത്യക്കാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് UN പ്രാതിനിധ്യം നമ്മൾ അർഹിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ, ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തിയാണ്. എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്ക് UN രക്ഷാസമിതിയിൽ അംഗത്വത്തിന് അർഹതയുണ്ട്. പക്ഷേ ഈ UN നിലവിലെ രക്ഷാസമിതി അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ അത് പങ്കുവയ്ക്കാനുള്ള മനസ്സില്ലാതെ അങ്ങനെ അത് വൈകിപ്പിക്കുകയാണ്. എന്നാൽ നോർഡിക് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായി. അതായത് സുസ്ഥിരമായ ഒരു ബ്ലൂ ഇക്കണോമിക് സാമ്പത്തിക വളർച്ച കൈവരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പോഷകാഹാരം മെച്ചപ്പെടുത്താനും ഒപ്പം ആരോഗ്യകരമായ സമുദ്രങ്ങളും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കാനും കഴിയുമെന്ന് ഊന്നിപ്പറഞ്ഞ നേതാക്കൾ പ്രമുഖ സമുദ്ര രാജ്യങ്ങൾ എന്ന നിലയിൽ ഷിപ്പിംഗ് വ്യവസായത്തെ ശക്തിപ്പെടുത്തുവാൻ തീരുമാനിക്കുകയും സാങ്കേതിക വിദ്യാ കൈമാറ്റം ഉൾപ്പെടെ സുസ്ഥിരമായ ഒരു സമുദ്ര വ്യവസ്ഥയെ വളർത്തിയെടുക്കാൻ ഇന്ത്യയുമായി സഹകരിക്കാനും പങ്കാളിത്തത്തിലേർപ്പെടാനും നോർഡിക് രാജ്യങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്. കപ്പൽ നിർമ്മാണ മേഖലയിൽ ഇന്ത്യയിലെയും നോർഡിക് രാജ്യങ്ങളിലെയും കപ്പലുടമകൾ, കപ്പൽശാലകൾ തുടങ്ങിയ പ്രമുഖ പങ്കാളികൾ തമ്മിലുള്ള സഹകരണത്തിനുള്ള ശ്രമങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ കപ്പൽ പുനരുപയോഗത്തിനായിട്ടുള്ള ഹോങ്കോങ് കൺവെൻഷൻ വഴി സുസ്ഥിര കപ്പൽ പുനരുപയോഗ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ നോർഡിക് രാജ്യങ്ങൾ സമ്മതിച്ചിരിക്കുകയാണ്. നോർഡിക് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിൽ ഗവേഷണ വിദ്യാഭ്യാസ മേഖലകളിൽ വളർന്നു വരുന്ന സഹകരണത്തിൽ നേതാക്കൾ തൃപ്തി രേഖപ്പെടുത്തുകയും സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് മേഖലകളിലും മറ്റു മേഖലകളിലും സംയുക്ത ഗവേഷണ പദ്ധതികൾ നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബഹിരാകാശ മേഖലയിലെ സഹകരണത്തിന്റെ പ്രാധാന്യം കുറിച്ചുകൊണ്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും നോർവീജിയൻ സ്പേസ് ഏജൻസിയും തമ്മിലുള്ള ബഹിരാകാശ പര്യവേഷണത്തിനായിട്ടുള്ള ചട്ടക്കൂട് കരാറിനെയും ഇന്ത്യയുടെ ശുക്രദൗത്യത്തിൽ സ്വീഡിഷ് പേലോഡ് ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശത്തെയും നേതാക്കൾ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. സ്വകാര്യ വ്യവസായങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ബഹിരാകാശ മേഖലയിൽ ലഭ്യമായ സഹകരണ അവസരങ്ങളും അവർ ചൂണ്ടിക്കാട്ടി. കൂടാതെ ആർട്ടിക് കൗൺസിലിൽ ഇന്ത്യയുടെ വിലപ്പെട്ട നിരീക്ഷക പദവി അംഗീകരിച്ചുകൊണ്ട് കൗൺസിലിന്റെ വർക്കിംഗ് ഗ്രൂപ്പുകളിലും വിദഗ്ധ സമിതികളിലും ഇന്ത്യയുടെ തുടർച്ചയായതും ക്രിയാത്മകമായതുമായ ഇടപെടലിനെ നോർഡിക് പ്രധാനമന്ത്രിമാർ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിലെ വർദ്ധിച്ച വേഗത നേതാക്കൾ ശ്രദ്ധിച്ചു. പ്രതിരോധ വ്യവസായ സഹകരണത്തിന്റെയും അവശ്യ ഘടകങ്ങളുടെയും ഉപകരണങ്ങളുടെയും വിതരണത്തിന്റെയും പ്രാധാന്യം അവർ അടിവരയിട്ട് പറഞ്ഞു. ഇന്ത്യൻ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോറുകളിൽ നോർഡിക് പ്രതിരോധ കമ്പനികൾക്ക് വാഗ്ദാനം ചെയ്യുന്ന 100% FDI ഉൾപ്പെടെയുള്ള നിക്ഷേപ അവസരങ്ങളെയും അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു സംയുക്ത പ്രസ്താവനയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാത്തരം ഭീകരവാദത്തെയും അക്രമാത്മകമായിട്ടുള്ള തീവ്രവാദത്തെയും നേതാക്കൾ ശക്തമായി അപലപിച്ചു എന്നതാണ്. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ നടന്നിട്ടുള്ള ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെയും 2025 നവംബർ 10 ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപത്തുണ്ടായ ഭീകര സംഭവത്തെയും ശക്തമായ വാക്കുകളിലാണ് നോർഡിക് രാജ്യങ്ങൾ അപലപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉച്ചകോടി ആയിരുന്നു എന്ന് പറയാൻ കഴിയും. ഇത് മാത്രമല്ല, നോർഡിക് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സംസ്കാരം, മൊബിലിറ്റി, ടൂറിസം എന്നിവയിലൂടെ ജനങ്ങൾ തമ്മിൽ വളർന്നു വരുന്ന സമ്പർക്കങ്ങളെ നേതാക്കൾ സ്വാഗതം ചെയ്തു. പ്രതിഭകളുടെ നിയമപരവും സുരക്ഷിതവുമായിട്ടുള്ള ചലനത്തെ പ്രോത്സാഹിപ്പിക്കാൻ അവർ പരസ്പരം സമ്മതിച്ചു. 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ നടന്ന ചർച്ചകളിൽ പ്രധാനമന്ത്രിമാർ സംതൃപ്തി രേഖപ്പെടുത്തുകയും ഇന്ത്യ നോർഡിക് സഹകരണം കൂടുതൽ വിപുലീകരിക്കാനും ആഴത്തിലുള്ളതാക്കാനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. 4ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ഫിൻലാൻഡ് ആതിഥേയത്വം വഹിക്കുമെന്ന് നേതാക്കൾ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ വിജയമാണ്.
അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്കൊപ്പം നിർത്താൻ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആർട്ടിക് മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആർട്ടിക് കൗൺസിലിൽ നിരീക്ഷക രാജ്യമായിട്ട് ഇന്ത്യ തുടരുന്നത് ആർട്ടിക് മേഖലയിലെ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വളരെയധികം ഗുണം ചെയ്യും. ചൈനയ്ക്കുള്ള ഒരു ബദൽ എന്ന രീതിയിലാണ് നോർഡിക് രാജ്യങ്ങൾ ഇന്ത്യയെ കാണുന്നത്. കോവിഡിന് ശേഷമുള്ള ഒരു ആഗോള സാഹചര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ചൈനയെ അമിതമായിട്ട് ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യൂറോപ്യൻ വിപണിക്ക് വിശ്വസനീയമായ ഒരു നിർമ്മാണ സാങ്കേതിക പങ്കാളിയായിട്ട് ഇന്ത്യയെ പ്രതിഷ്ഠിക്കുക എന്ന നരേന്ദ്രമോദിയുടെ പ്രധാന തന്ത്രം ഈ അവസരത്തിൽ ഫലം കാണുന്നു എന്ന് തന്നെ പറയാം. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് പിന്നാലെ തന്നെ ഇപ്പോൾ നോർഡിക് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനായിട്ട് എടുത്തിരിക്കുന്ന തീരുമാനം എന്തുകൊണ്ടും ഇന്ത്യക്ക് ഗുണം തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.